നമ്മുടെ കൂടെയുള്ളത് വിനോദ് ഗാന്ധി. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, തിയേറ്റർ പേഴ്സണാലിറ്റി ആണ്. പക്ഷെ ഇപ്പൊ കളങ്കാവിൽ ഇറങ്ങി കണ്ടിട്ടുള്ള ആളുകൾക്ക് വളരെ പരിചയമുള്ള മുഖമാണ് വിനോദ് ജി വെൽക്കം. നമസ്കാരം. ഇപ്പൊ കളങ്കാവലില് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കഥാപാത്രം. അതില് ഇമോഷണൽ ഭാഗമുണ്ട്, ആക്ഷൻ ഉണ്ട്. ഉം, ആളുകള് അതെ, സിനിമ അതെ. കണ്ടു വന്നിട്ട് താങ്കളെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോ എങ്ങനെയാണ് ആളുകൾ അതിനുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു, താങ്കളുടെ കഥാപാത്രം പ്രത്യേകിച്ച്? ആളുകള് ഭയങ്കര നല്ല സന്തോഷത്തോടെയാണ് വിളിക്കുന്നത്. കാരണം എന്താണെങ്കിൽ ഞാൻ ഇത്രയും വർഷമായിട്ട് തിയേറ്ററിൽ നിൽക്കുന്ന ഒരാളാണ്. 10-30 വർഷമായി ഞാൻ തിയേറ്ററിൽ നിൽക്കുന്നത്. അപ്പൊ എന്നെ വിളിക്കുന്നവരിൽ കൂടുതലും ഞാൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്നെ വിളിക്കുന്നത്. അവർ വലിയ സന്തോഷത്തിലാണ് വിളിക്കുന്നത്. കാരണം നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തതിന്റെ റിസൾട്ട് നിങ്ങൾക്കിപ്പം തക്ക സമയത്ത് കിട്ടി എന്നുള്ള രീതിയിലാണ് അവർ എന്റെ അടുത്ത് സംസാരിക്കുന്നത്. ആഹ് എപ്പോഴും ഇങ്ങനെ നിരന്തരം കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. വലിയ സന്തോഷമുണ്ട് ആ കാര്യത്തില്. കഥാപാത്രത്തെ കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് എങ്ങനെയായിരുന്നു? അതായത് മമ്മൂക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണെന്നോ, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിന്റെ നേച്ചറോ, എന്തായിരുന്നു ബ്രീഫിംഗ് തന്നിട്ടുണ്ടായിരുന്നത്? കഥാപാത്രത്തെ കുറിച്ചിട്ട് അങ്ങനെ ഡീപ്പായിട്ടുള്ള ഒരു സംഭവമൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. ഞാൻ ഡയറക്ടറെ കാണുന്ന സമയത്ത് ജസ്റ്റ് എന്റെ അടുത്ത് സൂചിപ്പിച്ചു, ഇതൊരു ക്ലൈമാക്സിൽ വരുന്ന ഒരു ഒരു കഥാപാത്രമാണ്. ആഹ് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കഥാപാത്രമാണ് അത്. അപ്പൊ അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ തന്നിരുന്നു. മമ്മൂക്കയായിട്ടുള്ള മമ്മൂക്കയുമായിട്ട് ഒരു അറ്റാക്ക് വരുന്ന ആ, ഒരു സീനാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലൊക്കേഷനിൽ ചെന്ന സമയത്താണ് എനിക്ക് അതിന്റെ സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പൊ അന്നേരം കൂടുതൽ വിശദീകരിച്ച് തന്നിരുന്നു, ഇതാണ് കഥാപാത്രം എന്നുള്ളത്. അതൊരു പക്ഷേ തിയേറ്റർ പേഴ്സണാലിറ്റി ആവുന്നതിന്റെ ഗുണം കൂടിയാണ്. കാരണം ആ ഒരു ട്രസ്റ്റ് അവർക്കുമുണ്ട്. കാരണം ഈ ഒരു കഥാപാത്രത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ളതിന്റെ ഒരു വിശ്വാസം കൂടിയുണ്ടല്ലോ. അപ്പോ പക്ഷേ മമ്മൂക്കയായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹമായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു? അദ്ദേഹം വളരെ സപ്പോർട്ടായിരുന്നു. അപ്പം ഈ അതിനു മുന്നേ തന്നെ ഞാൻ ഇതിലേക്ക് വരാനുള്ള ഒരു വഴിയുണ്ടായിരുന്നു. അപ്പം ഇവര് ഈ കഥാപാത്രത്തെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സുധി കോഴിക്കോട്. കാതൽ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് അദ്ദേഹത്തിന് കേരള സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറിസ് പുരസ്കാരം കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ പുള്ളിയുടെ അടുത്തേക്ക് അതിന്റെ അണിയറ പ്രവർത്തകര് പുള്ളിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ റോളുണ്ട്, നമുക്ക് പറ്റിയ ഒരാളെ തരണം എന്ന്. പല അന്വേഷണങ്ങൾ നടക്കുന്ന കൂട്ടത്തില് പുള്ളിയോടും വിളിച്ചു പറഞ്ഞു. അങ്ങനെ പുള്ളിയാണ് സുധിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ ഒരു ചാൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന സിനിമയാണെന്നോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒപ്പമാണോ, മമ്മൂട്ടി കമ്പനിയാണോ, അതൊന്നും പറഞ്ഞില്ല. ഞാനിപ്പോ ഒന്നും പറയില്ല, ചേട്ടനെ കുറച്ച് ഫോട്ടോസ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തു. ആ സമയത്ത് ഞാനൊരു ഹോസ്പിറ്റൽ കേസായിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ മൊബൈലിലുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസുകൾ അയച്ചു കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു ഉറപ്പൊന്നുമില്ല, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, എന്നാലും ഞാൻ ചേട്ടന് വേണ്ടി പരമാവധി ശ്രമിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ അവര് വിളിക്കും എന്ന് പറഞ്ഞു. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ഒരു ഫോട്ടോ കൊടുത്തൊരു ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സൂര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സന്ദർഭം പറഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ ഇതിന്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചില്ല, ചേട്ടന്റെ വോയിസ് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. അങ്ങനെ അത് അയച്ചു കൊടുത്തു. അപ്പൊ അവര് ഓക്കെ ആണെന്ന് പറഞ്ഞു. അവിടെ ടീം വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ ടീം വിളിച്ചു. കാക്കനാടായിരുന്നു ലൊക്കേഷൻ. അപ്പൊ എന്നെ കണ്ടു, സംസാരിച്ചു. കോസ്റ്റ്യൂംസിന് അളവൊക്കെ എടുത്ത് പോന്നു. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു 2 ദിവസം തന്നെ വീണ്ടും വിളിച്ചു. വീണ്ടും വിളിച്ചിട്ട് അപ്പൊ അവർക്ക് എന്നെ അറിയില്ല. ഐ മീൻ, ഞാൻ ഈ ഡയറക്ടറൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, അവരും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഞാൻ വീണ്ടും ലൊക്കേഷനിൽ ചെന്നു. അപ്പം അതിനകത്ത് വിനായകന്റെ വീടായിരുന്നു അന്ന് ലൊക്കേഷൻ. അപ്പൊ അവിടെ ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്റെ അഭിനയത്തെ കുറിച്ച് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിലത്തെ ഒരു സീൻ, ഒരു സന്ദർഭം തന്നിട്ട് പറഞ്ഞു, ഒന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞു. അസിസ്റ്റന്റ് ഡയറക്ടറിൽ ഒരാളും അതുപോലെ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ജിഷ്ണു ശ്രീകുമാറും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സന്ദർഭം ഞാൻ അപ്പൊ തന്നെ അഭിനയിച്ച് കാണിച്ചു കൊടുത്ത് അവരത് മൊബൈലിൽ പിടിച്ചു. എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അന്ന് ഷൂട്ട് നടക്കുന്നത് റോട്ടിലായിരുന്നു, വീടിന്റെ പുറത്തായിരുന്നു. അപ്പം ഡയറക്ടർ വരാൻ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അങ്ങനെ അവർ വന്നു, ഡയറക്ടർ ഇതൊക്കെ കണ്ടു, ഓക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ടാണ്. സ്ക്രിപ്റ്റ് ഒക്കെ തന്ന് വായിച്ചു, ഡയറക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞു. ഷൂട്ടിന്റെ സമയത്ത് എനിക്ക് അന്ന്
ഈവനിങ്ങിലായിരുന്നു ഷൂട്ട്. മമ്മൂക്കെ കണ്ടു. മമ്മൂക്കെ കണ്ടു. അതുവരെ എനിക്ക് എന്താ പറയാ ഒരു പരിഭ്രമോ സംഘർഷമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കണ്ടോട് കൂടിയിട്ട് എന്താ പറയാ വലിയൊരു മഹാപർവ്വതത്തിന്റെ മുന്നിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ കുട്ടിക്കാലം മുതൽ കണ്ട് ശീലിച്ച സിനിമകൾ കണ്ട് ശീലിച്ച് ഹൃദയത്തില് വീഴ്ത്തിയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പൊ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായി. അതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തു. ഷോട്ടിന്റെ സമയത്ത് ഞാൻ മമ്മൂക്കടുത്ത് പറഞ്ഞു, ഞാൻ വിനോദ് മമ്മൂക്ക കയ്യിൽ നിന്ന് നാടകം അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സമാധാനമായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നന്നായി ചെയ്തോ, പേടിക്കൊന്നും വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഭയങ്കര സപ്പോർട്ട്. അങ്ങനെ ആ സീൻ, ആ ഷോട്ട് ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആയി. അപ്പൊ അത് കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ സ്ക്രിപ്റ്റ് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞു. അതാണ് ആദ്യത്തെ അനുഭവം. പക്ഷെ ഞാൻ ഇതിനു മുന്നേ മമ്മൂക്കയുടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു സീനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ പരിചയമൊന്നും ഞാൻ അന്നേരം പറയാൻ പോയില്ല. അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. സാഹചര്യം മീൻസ് എനിക്ക് അങ്ങോട്ട് എന്താ പറയാ കൂടുതൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യം. എന്റെ ഒരു പ്രശ്നം പറയുമ്പോഴും നമുക്ക് കേൾക്കുന്ന ആളുകൾക്കും അതിന്റെ ഒരു സീൻ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു സുഖം ഉണ്ട് അത് കഴിയുമ്പോൾ, നന്നായി ചെയ്ത് കഴിയുമ്പോൾ. മാത്രമല്ല തിരിച്ചൊന്ന് കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടി. അത് ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് അത് ആ ദിവസമല്ല ചെയ്തത്, അത് വേറൊരു ദിവസം ചെയ്തത്. പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് യാതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അതിന്റെ റിഹേഴ്സലിന്റെ സമയത്തൊന്നും എനിക്കൊരു ടെൻഷൻ ഉണ്ടായില്ല. ചെയ്യുന്ന സമയത്തും എനിക്ക് ടെൻഷൻ. കുറച്ചുകൂടി പിന്നെ ഫസ്റ്റ് സീനൊക്കെ കഴിഞ്ഞതോടുകൂടി പിന്നെ ഞാൻ കുറച്ചുകൂടി കംഫർട്ട് സോണിലേക്ക് എത്തി. മൈൻഡൊക്കെ ക്ലിയർ ആയി. ഈ ബെസ്റ്റ് ആക്ടറിന്റെ കാര്യം പറഞ്ഞു. അപ്പോ മുൻപ് അഭിനയിച്ചിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ്? മുന്നേ പിന്നീട് ഞാൻ സുനിൽ കാരേട്ട സംവിധാനം ചെയ്തിട്ടുള്ള പകിട എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട്. അത് ആസിഫും അജു വർഗീസും ഒക്കെ ഉള്ള ഒരു പോലീസ് സ്റ്റേഷൻ സീനായിരുന്നു. ഇവരെ പിന്നെ ഏതൊരു കക്ഷിയായിട്ട് എന്തോ ഒരു തർക്കം ഒക്കെ ഉണ്ടായിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് വന്നിട്ട്, അപ്പൊ ആ സ്റ്റേഷനിൽ ഞാൻ റൈറ്റർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അത്യാവശ്യം ഭേദപ്പെട്ടൊരു സീൻസുകളായിരുന്നു. പിന്നെ അതിന് മുന്നേ ട്രാഫിക് എന്ന് പറഞ്ഞ ഫിലിമിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് ട്രാഫിക് എസ് ഐ ആയിട്ട്. എന്റെ ട്രാഫിക് എസ് ഐയുടെ കീഴിലാണ് അന്ന് ശ്രീനിവാസൻ, ആക്ടർ ശ്രീനിവാസൻ ഉണ്ടായിരുന്നത്. പുള്ളി എന്റെ സ്റ്റേഷനിലായിരുന്നു. അതിനകത്ത് ആക്സിഡന്റ് പറ്റി കഴിഞ്ഞിട്ട് ആ കാർ ഓടിച്ച പെൺകുട്ടി വന്നിട്ട് എന്റെ അടുത്താണ് വന്ന് പറയുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. ആ ട്രാഫിക് എസ് ഐ ആയിട്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രിയനന്ദന്റെ മിക്കവാറും സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരാകാശം, അങ്ങനെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം 10-14 സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്, ചെറുതും വലുതൊക്കെ ആയിട്ടുള്ളത്. അല്ല, കാണികളിൽ പലർക്കും ഫേസ് നല്ല ഫെമിലിയർ ആയിരിക്കും. ചിലപ്പോൾ ആ പർട്ടിക്കുലർ സീൻ ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്. നാടകത്തിലേക്ക് ഒന്ന് വരാം. കാരണം സുധി ഒരു വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രം ചെയ്യുന്ന കഥാപാത്രങ്ങൾ അതുപോലെയുള്ള കുഞ്ഞിരയുടെ സിനിമയിലാണെങ്കിലും നമുക്ക് ആ ഒരു ഒറ്റ ഒരു ഷോട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സീനിന്റെ ദൈർഘ്യം പോലും ഇല്ലാത്ത അവിടെ പോലും നമുക്ക് മെമ്മറബിൾ ആക്കുന്ന പെർഫോമൻസ് ആണ്. കാതിൽ ഓഫ് കോഴ്സ് കണ്ടിട്ടുള്ള എല്ലാവർക്കും കണങ്കാവലിലുണ്ടല്ലോ സുധി ആയിട്ടുള്ള ഒരു ബന്ധവും. പിന്നെ നാടകത്തിലേക്ക് പിന്നെയും വരാം. സുധി ആയിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയും. സുധിയായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടക ബന്ധമാണ്. കാരണം നമ്മള് കോഴിക്കോടൊക്കെ നാടകം കളിക്കാൻ പോവുകയും അങ്ങനെ നമ്മുടെ നാടകം കണ്ടിട്ടുള്ള ഒരു ബന്ധമാണ് സുധി ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അതിനു മുന്നേ ഞാൻ ആക്ടിങ് ട്രെയിനിങ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കഴിഞ്ഞ ഓണത്തിന്, കഴിഞ്ഞതല്ല ഇതിന് മുന്നത്തെ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് അവിടെ യൂത്ത് ഹോസ്റ്റലിൽ വെച്ചിട്ട് ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞാനും ഇന്നത്തെ പ്രശസ്തനായിട്ടുള്ള കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള രാജേഷ് നാരായണൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ അന്ന് അതിന്റെ പിന്നെ ഇനാഗ്രേഷൻ ക്ലോസിംഗ് സെറമണി സമയത്ത് സുധി അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നാണ് പിറന്നാൾ കാണുന്നത് നമ്മള്. അപ്പൊ അത് കണ്ട് കഴിഞ്ഞിട്ടാണ്, അവിടുന്ന് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സിനിമയുടെ കാര്യം പറയുന്നത്. അപ്പൊ ആ പരിചയം എന്നെ കണ്ടിട്ടുള്ള ആ സമയത്ത് എന്റെ ഫിഗറൊക്കെ കണ്ടത് കൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നിട്ടുണ്ടാവുക.
അതാണ്. അപ്പൊ പിന്നെ ഇതിനു മുന്നേ ഞാൻ സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞപ്പോ ലിജേഷ് മുല്ലനേരത്തിന്റെ ആകാശത്തിന് താഴെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതിനകത്ത് ഒരു അസയായിട്ട് ചെയ്തിരുന്നു. പിന്നെ പ്രദീപ് മുല്ലനേഴി, കവി മുല്ലനേഴി മാഷ്ട മകൻ, പുള്ളിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, നമുക്കൊരാകാശം എന്ന് പറഞ്ഞാൽ. അതിന് ഒരു കണ്ടക്ടർ, ബസ് കണ്ടക്ടർ വേഷം, നല്ല വേഷമായിരുന്നു. പിന്നെ ഇപ്പം ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പവിത്ര എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് സെക്കൻഡ് ഹീറോയുടെ അച്ഛനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് വിഷ്വൽ മീഡിയ. അതിനകത്ത് നാടകത്തില് ഏകദേശം ഒരു 10-30 വർഷമായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കാലമായിട്ട് എനിക്ക് വീട്ടിലെ ചില അസൗകര്യങ്ങൾ കാരണം അങ്ങനെ സജീവമായിട്ട് പങ്കെടുക്കാൻ പറ്റുന്നില്ല. അതായത് അമ്മ വീട്ടിലുണ്ട്, അപ്പൊ അമ്മയ്ക്ക് പ്രായമായി അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അമ്മയുടെ അടുത്ത് എപ്പോഴും ആള് വേണം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ നിരന്തരമായിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നാടകങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ദീപൻ ശിവരാമന്റെ ഗസാക്കിന്റെ ഇതിഹാസമൊക്കെ ചെയ്ത് വളരെ പ്രസിദ്ധനായിട്ടുള്ള ദീപൻ ശിവരാമൻ ലണ്ടനിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം നമ്മൾ ചെയ്തിരുന്നു. അത് മെറ്റയില്, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സരമായിട്ടുള്ള മഹീന്ദ്ര എക്സലൻസ് അവാർഡ് 9 അവാർഡ് കരസ്ഥമായിട്ടുള്ള ഒരു നാടകമായിരുന്നു. അങ്ങനെ കുറെ. പിന്നെ സൂര്യകൃഷ്ണൻ സാറെ കൂടെ 5-6 വർഷം ഉണ്ടായിരുന്നു. സൂര്യകൃഷ്ണൻ സാറെ കൂടെ ഇരിക്കുന്ന സമയത്താണ് യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ പോകാനും നാടകം കളിക്കാനൊക്കെ നമുക്ക് സൗകര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ KPSC ഉണ്ടായിരുന്നു ഒരു വർഷം, കലാനിലയത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട നാടക സംഘങ്ങളുടെ ഒപ്പം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. KPSC കലാനിലയൊന്നും അറിയണ്ടായിരുന്നില്ലേ? വളരെ സന്തോഷം അതൊക്കെ അറിയുന്നതില്. ഈ പേര് കേൾക്കുമ്പോൾ, ആളെ തിരിച്ചറിയാത്ത ആളുകളെ ചിലപ്പോൾ പേര് കേൾക്കുമ്പോൾ ഇദ്ദേഹം നോർത്ത് ഇന്ത്യൻ ആണെന്നൊക്കെ ഒരു സാധ്യത തോന്നും. എങ്ങനെയാ ഈ ഗാന്ധി സർനെയിം വന്നത്? അത് പലരും എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, പേര് കേട്ടിട്ട് നോർത്ത് ഇന്ത്യൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ പേര് എൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-28 വർഷമായി. ഇത് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാന് നമ്മുടെ ഒരു ചേർപ്പ് കേന്ദ്രീയ, തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് കേന്ദ്രീകരിച്ച് നമുക്കൊരു സാംസ്കാരിക നാടക പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു, നാട്ടരങ്ങ് എന്ന് പറയും. അപ്പൊ അവിടെ ഞാൻ നാടകങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശശിധരൻ നടുവിൽ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകനുണ്ട്. ഇപ്പൊ വല്ലച്ചിറയിലെ, തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചിറ നാടകദ്വീപ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു നാടക പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നുണ്ട്. വളരെ വിപുലമായിട്ടുള്ള നല്ല രീതിയിൽ ഇപ്പോഴും നടന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ആ ശശിധരൻ നടുവില് ഒരു പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ മുക്തധാര എന്ന് പറയുന്ന ഒരു നാടകം ചെയ്തു. ആ നാടകത്തിനകത്ത് എനിക്ക് ഒരു ഗാന്ധിയെ പ്രതിദാനം ചെയ്യുന്ന, ഗാന്ധിയൻ തത്വങ്ങളെ പിൻപറ്റുന്ന ഒരാളായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ആ നാടകം കഴിഞ്ഞതിന് ശേഷം ഈ നാട്ടരങ്ങില് വന്നിട്ട് എന്നെ അവിടെ നിന്ന് ആ കഥാപാത്രത്തിന്റെ പേര് ഇങ്ങനെ വിളിക്കായിരുന്നു, ഗാന്ധി. അത് പിന്നെ പറഞ്ഞ് അങ്ങനെ ആയി. പിന്നെ എന്നെ ഗാന്ധി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ, വിനോദ് എന്ന് പറഞ്ഞാൽ അറിയാതെ. പക്ഷെ ഈ പേര് ഔദ്യോഗികമായിട്ട്, അതായത് നാടകത്തിലൂടെ ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യുന്നത് ഇന്നത്തെ സംവിധായകൻ പ്രിയനന്ദനാണ്. പ്രിയനന്ദൻ ആ സമയത്ത് ബഷീറിന്റെ പ്രേമലേഖനം എന്ന് പറയുന്ന കൃതിയെ അടിസ്ഥാനമാക്കിയിട്ട് നാടകം ചെയ്തിരുന്നു, പ്രേമലേഖനം എന്ന പേരിൽ തന്നെ. അപ്പൊ ഞാനതിന്റെ സംവിധായകനായിരുന്നു. ചെറിയൊരു വേഷം, അതിനകത്ത് ഒരു രംഗ സന്ദർശനം പോലെ ഒരു വേഷം ഞാനകത്ത് അഭിനയിച്ചിരുന്നു. അപ്പൊ അന്ന് ഇന്നത്തെ പോലെ മൾട്ടി കളർ ബ്രോഷറുകളൊന്നും ഇല്ല. ചെറിയൊരു നോട്ടീസൊക്കെ അടിച്ചപ്പോൾ അതിനകത്ത് എന്റെ സഹസംവിധാനം വിനോദ് ഗാന്ധി എന്ന് ഔദ്യോഗികമായിട്ട് നാമകരണം ചെയ്തത് പ്രിയനന്ദനാണ്. ഇപ്പൊ നിലവിലെ സീരിയലിന്റെ കാര്യം പറഞ്ഞു. ഇനി വരാനിരിക്കുന്ന സിനിമകൾ, സീരിയലുകൾ, നാടകങ്ങൾ, ദീപൻ എന്തായാലും ഇനി ഖസാക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതിലുണ്ടോ? ഖസാക്ക് തുടർന്ന് ഇനിയിപ്പോ പുതിയ പ്രോജക്റ്റുകളൊന്നും വന്നിട്ടില്ല. ഇനി ഈ സിനിമ കണ്ടിട്ട് ആ വേഷം ഏതെങ്കിലും ഡയറക്ടേഴ്സിനൊക്കെ താല്പര്യപ്പെടുകയാണെങ്കിൽ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. വിളിക്കണം. ഇതാണ് ഇപ്പൊ നിലവിൽ. പുതിയ പ്രോജക്റ്റുകളൊന്നും ആയിട്ടില്ല.
തീർച്ചയായിട്ടും ഇത് കണ്ടിട്ടുള്ള ആളുകൾ ഓഫ്കോഴ്സ് പിന്നെ ഒരു നാടക പരിചയം എന്ന് പറയുന്നത് ഇപ്പോ കുറെ കൂടി നാടക പശ്ചാത്തലമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പൊ രാജേഷിന്റെ കാര്യം പറഞ്ഞു, തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട്, ഐ മീൻ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഒക്കെ കൂടുതലും നോക്കുന്നത് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പോ മാത്രമല്ല പ്രോവൺ ആക്ടറാണ്. സോ ഡെഫിനറ്റ്ലി ആളുകൾ ശ്രദ്ധിക്കുകയും കൂടുതൽ കഥാപാത്രങ്ങൾ വന്നു തരികയും ചെയ്യും. എല്ലാ ആശംസകളും. ആ, അതായത് എന്റെ കുടുംബത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ആ, എനിക്ക് ഇപ്പം ഭാര്യയും ഒരു മോനാണുള്ളത്, പിന്നെ എൻ്റെ അമ്മയുണ്ട് കൂടെ. പിന്നെ എനിക്ക് എൻ്റെ 3 സഹോദരന്മാർ വേറെ ഉണ്ട്. അത് മീൻ 2 സിസ്റ്ററും താഴെ ഒരു അനുജനും ഉണ്ട്. അവരൊക്കെ തൃശ്ശൂരാണുള്ളത്. ഞാൻ താമസിക്കുന്നത് ഓച്ചിറയാണ്. 3 വർഷമായിട്ട് ഓച്ചിറയിലാണ്. ഭാര്യ നൃത്താധ്യാപികയാണ്. അവര് RLB കോളേജിൽ, തൃപ്പൂണിത്തുറ RLB കോളേജിൽ നിന്ന് മോഹിനിയാട്ടത്തില് എന്നെ ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട് പാസ്സായിട്ടുള്ളതാണ്. പിന്നെ മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ ICSE ബിഷപ്പ് മോർ കായംകുളം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ കുടുംബം. വളരെ സന്തോഷം. ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു ചേരട്ടെ. കാരണം ആ ക്യാരക്ടറിന് അത്രയും പഞ്ചുണ്ട്. ഒരു ക്യാരക്ടർ ഏൽപ്പിക്കാൻ തോന്നുന്ന ഫേഷ്യൽ ആൻഡ് ഫിസിക്കൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു ചേരും. എല്ലാ ആശംസകളും വിനോദ്ജി. എൻ്റെ ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ഒപ്പം തന്നെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ വിനായകന്റെ ഒപ്പവും അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട, ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിൽ അഭിനയിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ്, അതിന്റെ റൈറ്റർ ജിഷ്ണു ശ്രീകുമാർ, അവരൊക്കെ നമ്മുടെ അടുത്ത് എത്ര മനോഹരമായിട്ടാണെന്ന് അറിയോ. എൻ്റെ അടുത്ത് മാത്രമല്ല, അവിടെ ഞാൻ കാണുന്ന ഉള്ള സമയങ്ങളിലൊക്കെ എല്ലാവരുടെ അടുത്തും വളരെ നല്ല രീതിയിലാണ് അവരുടെ പെരുമാറ്റവും സഹകരണവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതും എന്നെ അത്ഭുതപ്പെടുത്തി. വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ പോലെ, അങ്ങനെയാണല്ലോ സിനിമ എന്നൊക്കെ പറയുമ്പോൾ വലിയ നമ്മള് പുറത്തുനിന്ന് കാണുന്നതൊക്കെ വേറെ വളരെ എന്താണ് പറയാ വർണ്ണാഭമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ആലോചനയിൽ വരുന്നത്. പക്ഷെ വളരെ സാധാരണക്കാരായ മനുഷ്യരെ പോലെ തന്നെയാണ്, സാധാരണക്കാർ തന്നെ അവര് നമ്മളോടൊക്കെ പെരുമാറിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ സിനിമ തുടങ്ങുന്നിടത്ത് കൊണ്ടെത്തിക്കുന്ന, ഐ മീൻ കഥ തുടങ്ങുന്നതിന്റെ സ്പാർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സീനും കൂടിയാണ് അത്. അപ്പൊ അത് കണക്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്.